ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ചോറ് കഴിക്കേണ്ടത്. ഇങ്ങനെ കഴിക്കുന്നതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉച്ചയൂണ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 3 ഘടകങ്ങൾ വേണം. ഒന്ന് നമ്മുടെ അരി അഥവാ പഞ്ചസാരയുടെ സോഴ്സ്, അതിനെയാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ സോഴ്സായിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ പച്ചക്കറികളായിട്ട് ഞാനിപ്പോൾ അവിയലുണ്ട്, ബീറ്റ്റൂട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അവിയൽ മാത്രമേ ഉള്ളൂ, കുറച്ച് സാലഡായിട്ട് നമുക്ക് കുക്കുംബറും ക്യാരറ്റും ഒക്കെ അരിയാം. എന്നിട്ട് പ്രോട്ടീൻ സോഴ്സായിട്ട് നമുക്കിപ്പോൾ ഫിഷുണ്ട്, അല്ലെങ്കിൽ മുട്ട ആക്കാം, അല്ലെങ്കിൽ പയർ പുഴുങ്ങിയതാക്കാം, കടലയാക്കാം. ഞാൻ ചില സമയത്ത് 3 നേരം ചോറായിരിക്കും കഴിക്കുന്നത്. പക്ഷേ അതിൽ ഈ ഒരു വ്യത്യാസം, അളവിൽ മാത്രം നമ്മൾ ക്രമീകരണം. ഈ ഒരു പ്ലേറ്റിന്റെ പകുതി പോർഷൻ ഇരിക്കുന്ന വെജിറ്റബിൾസ് ആണ്. കുക്കുംബർ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. ശരിക്കും കുക്കുംബറും ക്യാരറ്റും എന്ന് പറയുമ്പോഴത്തേക്ക് അതും ഒട്ടും എക്സ്പെൻസീവ് അല്ല. ശരിക്കും കുക്കുംബറും ക്യാരറ്റും 1/2 കിലോ വെച്ച് മേടിക്കാൻ നമുക്ക് 100 രൂപ വരുന്നു. ഇന്ന് കേരളത്തിൽ എന്നല്ല ലോകത്ത് മുഴുവനും കിഡ്നി രോഗികൾ വർദ്ധിച്ചു വരികയാണ്. പഴയ കാലത്ത് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് പോലും ഒരു ഡയാലിസിസ് സെൻ്റർ ഇല്ലാത്ത ഒരു കാലം. ഇന്നോ എല്ലാ ഗ്രാമങ്ങളിലും പഞ്ചായത്തുകളിലും ഇനി വാർഡുകളിലേക്കും ഓരോ വീടിൻ്റെ സമീപത്തും ഡയാലിസിസ് സെൻ്ററുകൾ നിർമ്മിക്കേണ്ട സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രമേഹമാണ് അതിലേക്ക് എത്തിക്കുന്നത് എന്നാണ്. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് കഴിക്കണം. ഷുഗറൊക്കെ പാരമ്പര്യമാണെന്നൊക്കെ പറയുമെങ്കിലും ഇതാണ് മെയിനായിട്ടുള്ള റീസൺ എന്നാണ് അവർ പറയുന്നത്. പാരമ്പര്യം, ഉമ്മക്കും വാപ്പക്കും ഷുഗർ ഉണ്ടെങ്കിൽ മകനിക്ക് എന്തായാലും ഷുഗർ ഉണ്ടാകും. അങ്ങനെ തീരുമാനിക്കേണ്ട ജീവിത ശൈലികളും ഭക്ഷണ രീതികളിലൊക്കെ മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ ഷുഗർ വരാതെ തന്നെ കഴിയുമെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ അവസ്ഥ എന്താ? ഒരു ദിവസം ഒരു മനുഷ്യന് വേണ്ട കാലറി എത്രയാണോ അതിൻ്റെ അളവ് മൊത്തം നമ്മൾ രാവിലെ തന്നെ ശരീരത്തിലേക്ക് നൽകുകയാണ്. പിന്നെ ഉച്ചക്കുള്ളതും രാത്രി നമ്മൾ കഴിക്കുന്നതുമൊക്കെ റിസർവ്ഡ് ആയിട്ട് അത് പിന്നീട് ഉപയോഗിക്കാം എന്ന നിലക്ക് ശരീരം അവിടെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ശരീരം പ്രതീക്ഷിക്കുന്നത് എന്താ? പിന്നീടൊരു സമയത്ത് ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥ വരും, അപ്പോൾ ഉപയോഗിക്കാമെന്നാണ് ശരീരം മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മൾ പിറ്റേന്ന് രാവിലെയും ഇതുപോലെ കയറ്റി വിടുന്നു, ഉച്ചക്കും അങ്ങനെ രാത്രിയും അങ്ങനെ ശരീരത്തിന് സ്റ്റോർ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ അത് ബ്ലഡിലേക്ക് ലയിപ്പിച്ച് അങ്ങനെ പിന്നെ ഷുഗർ രോഗിയായിട്ട് ആ മനുഷ്യൻ മാറുകയാണ്. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണ്? ഭക്ഷണത്തിൻ്റെ അളവ് നന്നായിട്ട് കുറയ്ക്കുക. ഭക്ഷണം കഴിക്കേണ്ടെന്നല്ല, കഴിക്കുന്ന ഭക്ഷണം അളവ് വളരെ നിയന്ത്രിച്ചു മാത്രം കഴിക്കുക. നന്നായി അധ്വാനിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ കഴിക്കുന്ന അതേ ഭക്ഷണം ഞാൻ കഴിക്കാൻ പാടില്ല. ഞാൻ കഴിക്കേണ്ടത് എൻ്റെ അധ്വാനത്തിൻ്റെ അളവനുസരിച്ചായിരിക്കണം എന്നാണ്. അത് ബേൺ ചെയ്യാനുള്ള ഒരവസ്ഥ നമ്മുടെ ശരീരത്തിനുണ്ടാവണം. ഞാനിപ്പോൾ രാവിലെ കഴിച്ച ഭക്ഷണം അത് കത്തിച്ച് കളയാനുള്ള ഒരു ചാൻസ് എൻ്റെ ശരീരത്തിന് ഇല്ലെങ്കിൽ അത് ശരീരത്തിൽ അവിടെ റിസർവ്ഡായി കിടക്കുക.